ഹലോ മച്ചമാരെ, ടി ന്യൂസിലേക്ക് സ്വാഗതം. കറുപ്പ് ചിത്രത്തിൻ്റെ 2 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രശസ്തരായ സിനി ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 44 കോടിയാണ് 2ാം ദിനത്തിൽ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യ ദിനം 30 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം 2 ദിനം കൊണ്ട് നേടിയത് 74.5 കോടിയോളമാണ്. അതായത് ഇന്ന് ഞായറാഴ്ചയോടെ സിനിമ 110-120 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സൂര്യയുടെ അടുത്ത 100 കോടി എത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എടുത്തു പറയേണ്ട കാര്യം, 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കൊലത്തൂക്കിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് ഒരു ഗംഭീര സിനിമ എത്തുന്നത്. അതതിൻ്റെ എല്ലാ തനി സ്വഭാവങ്ങളും കാണിച്ച് ചക്രവർത്തിയായി ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന 2ാം ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് വരാം. നോർത്ത് അമേരിക്കയിൽ നിന്ന് 267K, യൂറോപ്പിൽ നിന്ന് $163K, ഓസ്ട്രേലിയ $55K, GCCയിൽ നിന്ന് $410K, മലേഷ്യയിൽ നിന്ന് $267K, സിംഗപ്പൂർ $59K. ഒരു തമിഴ് സിനിമയാണ്. തമിഴ് ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ $4 മില്യൺ സിനിമ. ഡേ 1 നമുക്ക് 14 കോടിക്ക് മുകളിൽ കോടിയാണ്. 2ാം ദിനത്തെ ഏകദേശം 16 കോടിയോളം വന്നു. റീസെയിൽ കളക്ഷനിലൂടെ മാത്രം 3ാം ദിനം അഡ്വാൻസ് സെയിലൂടെ നമുക്ക് 150 കോടിയോളമാണ് ബഡ്ജറ്റായി വരുന്നത്. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 22 കോടിക്ക് മുകളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ നേടുമെന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, ആദ്യ ദിനം 14, രണ്ടാമത്തെ ദിവസം 30 കോടി, 30 കോടി നേടിയിരിക്കുന്ന 3ാം ദിനം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിലൂടെ 50 കോടിക്ക് മുകളിലേക്ക് പോകും. 2ാം ദിനം 6 കോടി. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ കളക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് പോരുകയാണ്. 10 കോടിക്കടുത്താണ് റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് 13 കോടിക്കടുത്താണ് വന്നത്. കർണാടകയിൽ നിന്ന് 2 കോടി 14 ലക്ഷം രൂപ, തെലുങ്കിൽ നിന്ന് 3 കോടി 12 ലക്ഷം രൂപ, കേരളത്തിൽ നിന്ന് 40 കോടിയിലേക്ക് 3 കോടിയോളം എന്നുള്ളതാണ് പുറത്തുവിടുന്നതുകൾ വരുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30 ലക്ഷം രൂപ, ഏകദേശം 20 കോടിക്ക് മുകളിലേക്ക് എന്നുള്ളതാണ്. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും നോർത്ത് അമേരിക്കയിൽ നിന്നും അതേപോലെ തന്നെ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UAE, മലേഷ്യ, ജർമ്മനി വരെയുള്ള റെസ്റ്റ് ഓഫ് വേൾഡിനായിട്ട് 12 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്നലെ മാത്രം 31 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ. 3 ദിനം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 കോടി കടക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് മികച്ച പ്രകടനമാണ്. ഇന്നും 2 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് 20 കോടിയോളം എന്നുള്ളതാണ് എന്തായാലും വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം 1 കോടിക്ക് മുകളിലുണ്ടായിരുന്ന സിനിമ 2ാം ദിനം ഒരു തരംഗം 40 കോടിയോളം ഉണ്ട് എന്നുള്ള സിനിമയിൽ ആദ്യ ദിനം 30.8. അങ്ങനെയാണെങ്കിൽ 2ാം ദിനം 70 കോടി കൂടി എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നു. 3ാം ദിനമായ ഇന്ന് കൊണ്ട് സിനിമ 110 കോടി കടക്കും. ഞായർ തീയാണ് ബുക്കിംഗ്. സിനിമ നേടിട്ട് പോകുന്നതും 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ തന്നെയാണ്. മറ്റൊരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള 50 കോടിയും, തെലുങ്കിൽ നിന്ന് 7 കോടി 65 ലക്ഷം രൂപയും, കർണാടകത്തിൽ നിന്ന് 5.25 കോടിയും, കേരളത്തിൽ നിന്ന് 4 കോടിയും, ഹിന്ദി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടിക്കടുത്തും, ഓവർസീസിൽ നിന്ന് 26 കോടിക്കടുത്തുമായി ആണ് സിനിമ 74 കോടി കടന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു ബ്രോസ്.